വോട്ട് പെട്ടിയിലായി കഴിഞ്ഞാൽ ജനങ്ങളുടെ പണി കഴിഞ്ഞു എന്ന പരമ്പരാഗതമായ രീതി, അത് ഏത് പാർട്ടിയുടെ ആണെങ്കിലും, LDFിൻ്റെ ആണെങ്കിലും UDFിൻ്റെ ആണെങ്കിലും കോൺഗ്രസിൻ്റെ ആണെങ്കിലും CPMൻ്റെ ആണെങ്കിലും അത് ഇനി മുതൽ നടക്കാൻ പോകുന്നില്ല. അത് ജനം എന്ന് പറയുന്നത് നിരന്തരം ഗവേണൻസിൽ ഉൾപ്പെടെ, മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിലുൾപ്പെടെ, പോളിസി ഡിസിഷനിൽ ഉൾപ്പെടെ ഇനി ഇടപെടാൻ പോവുകയാണ്. ഇത് സതീശൻ മുഖ്യമന്ത്രി ആയതോടെ തീരുന്നൊരു കാര്യമല്ല ഇത്. ഈ ഇടപെടൽ ഇനി ഈ 5 വർഷം ഈ സർക്കാർ നിൽക്കുമ്പോൾ ഈ സർക്കാരിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഈ ജനം ഇടപെട്ടുകൊണ്ടിരിക്കും. അതിനെ നമ്മളിങ്ങനെ ഒറ്റ തിരിഞ്ഞ് ചാപ്പ് കുത്തി, ഈ 10 വർഷം നമ്മൾ മുമ്പ് കണ്ടതുപോലെ അത് അവരാണ്, ഇത് ഇവരാണ്, മറ്റവൻ ലീഗാണ്, ഇത് മൗദൂദിയാണ്, മറ്റോ സംഖ്യയാണ്, ഇങ്ങനെയുള്ള ചാപ്പുകുത്തൽ ഇനി നടക്കാനേ പോകുന്നില്ല. ഇത് ഒരു വലിയൊരു ഷിഫ്റ്റ് വരാൻ പോവുകയാണ് കേരള രാഷ്ട്രീയത്തിൽ. ആളുകൾ ഇനി അത് നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കും. മറ്റൊരു കാര്യം അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസിയാണ്. ഇപ്പോൾ ഈ VD സതീശനെ തിരഞ്ഞെടുത്ത രീതി നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ആ രീതി എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ അത് ട്രാൻസ്പെറൻ്റ് ആയിരുന്നു? എത്ര MLAമാർ VD സതീശനെ പിന്തുണച്ചു, KC വേണുഗോപാലിനെ പിന്തുണച്ചു, രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചു എന്ന് ഇപ്പോഴും നമുക്കറിയില്ല. എല്ലാം ഊഹാപോഹങ്ങളാണ്. കുറേ നേരം പറയും KCക്കാണ് കൂടുതൽ പിന്തുണ എന്ന് പറഞ്ഞു, കുറേ പേർ VD സതീശനാണെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, എത്ര ആരാണെന്നൊന്നും അറിയില്ല. ആകെ ഈ VD സതീശനെ തിരഞ്ഞെടുത്തതിന് ശേഷം KCയെ ഉപദ്രവിക്കുന്നതെന്ന് പറഞ്ഞ് രംഗത്ത് വന്ന രണ്ടേ MLAമാരാണ്. ഒന്ന് MM നസീറും മറ്റൊരാൾ പഴകുളം മധുവാണ്. വേറെ ആരും മിണ്ടിയിട്ടില്ല. എന്ന് മാത്രമല്ല, ഗ്രൂപ്പ് യോഗങ്ങൾ നടത്തിയെന്ന ആക്ഷേപം നേരിടുന്ന ഒരു യുവാവായ MLA, ആ യുവാവായ MLA VD സതീശനെ അനുകൂലിച്ചിട്ട് പോസ്റ്റിനടിയിൽ കമൻസ് ഒന്ന് വായിച്ചു നോക്കണം. ആ രാഷ്ട്രീയ നേതാവ്, ആ MP, MLA അല്ല MP, ഇതുവരെ നേടിപ്പോകുന്ന ജനപിന്തുണ ഒറ്റയടി കുത്തിയൊലിച്ചു പോകുന്ന നമ്മൾ കാണുന്നത്. അയാളെ ജനം കൂട്ടത്തോടെ വന്നിട്ട് ആക്ഷേപിക്കുകയാണ്, നിങ്ങൾ ഇത്രയും കളിച്ച കളി നാറിയ കളിയാണ് എന്ന് ആളുകൾ വന്ന് കമൻസിൽ വന്ന് പറയുകയാണ്. അപ്പോൾ ഒന്നാലോചിച്ചു, ആ ഷിഫ്റ്റിൻ്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാക്കണം. അപ്പോൾ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാർട്ടി നടത്തുന്ന ഒരു പരിപാടിയാണ്. ഞങ്ങൾ പാർട്ടി തീരുമാനിക്കും, പോളിറ്റ് ബ്യൂറോ തീരുമാനിക്കും, ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്ന് പറയുന്ന പരിപാടിയൊക്കെ ഇനി മാറും. അതായത് ജനം നിരന്തരം ഇടപെടുന്ന, ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഗവേണൻസിനെ ഇനി സാധ്യതയുള്ളൂ. ഇനി അത്തരം രാഷ്ട്രീയത്തിനേ സാധ്യതയുള്ളൂ, അത്തരം സെക്യുലർ രാഷ്ട്രീയത്തിനേ സാധ്യതയുള്ളൂ. ഈ മറ്റ് കഴിഞ്ഞ 10 വർഷം നമ്മൾ കണ്ടിട്ടുള്ള പോളറൈസേഷൻ്റെ രാഷ്ട്രീയം കേരളത്തിൽ ഇനി വിലപ്പോവില്ല. അത് വിലപ്പോവില്ല എന്നുള്ളതിനൊരു തെളിവാണ്. രണ്ടാമത്തെ കാര്യം, ഇനി തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി ഭരിക്കാൻ പോവുകയാണ്. ഭരിക്കാൻ പോകുമ്പോൾ നമ്മൾ ഇത്രയും നാളും കണ്ട സർക്കാരുകളെ പോലെ ക്യാബിനറ്റ് കൂടി ഞങ്ങളതങ്ങ് തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് സതീശൻ തീരുമാനിക്കുന്നത് വയ്ക്കുക. ഇനി മുൻകാലങ്ങളിലെ മുഖ്യമന്ത്രിമാർ ചെയ്യുന്ന പോലെ ജനങ്ങളിൽ നിന്ന് മാറി നിന്ന് സർക്കാർ എന്തോ തീരുമാനിച്ചു പറയുന്നു. ഓരോ വാക്കും ഓർത്തു വയ്ക്കപ്പെടും ജനം. കഴിഞ്ഞ 5 വർഷം സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു വയ്ക്കപ്പെടും, അത് തിരിച്ച് ചോദ്യം ചെയ്യപ്പെടും. ഇതിനു മുമ്പുണ്ടായിരുന്ന നിലപാടുകളെല്ലാം ചോദ്യം ചെയ്യപ്പെടും. സതീശൻ്റെ 25 വർഷത്തെ സാമാജിക ജീവിതം മുഴുവൻ ആളുകൾ ഓർത്തു വയ്ക്കും. സതീശൻ പറഞ്ഞു വെച്ച എല്ലാ കാര്യങ്ങളും ഓർത്തു വയ്ക്കപ്പെടും. കാരണം ഇത് ഡിജിറ്റൽ കാലമാണ്. ഈ ഡിജിറ്റൽ കാലത്ത് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഒന്നും നിഷേധിക്കാൻ പറ്റില്ല. ജനത്തിന് ഓർമ്മ കൂടുതലായിരിക്കും. ഇനി ഞാൻ കാണുന്ന മറ്റൊരു പ്രത്യേകത, ഈ പറയുന്ന ജനകീയമായ അപ്രൈസിങ്ങിൽ ഞാൻ കണ്ട പ്രത്യേകതയാണ്. ഈ 2014 പിണറായി വിജയൻ വന്നപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ഒരു ലൈൻ കുറിച്ചിട്ടിരുന്നു. സോഷ്യൽ മീഡിയ കാലത്തെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്, റീൽസ് കാലത്തെ ഒരു മുഖ്യമന്ത്രിയാണത്. എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞാണ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. 14 സെക്കൻഡ് പോലും റീൽസ് കാണാൻ ക്ഷമയില്ലാത്ത ഒരു ജനമാണ് നമ്മൾ തെരുവിൽ കണ്ടത്. അതായത് ഈ അക്ഷമ സർക്കാരിനെ വല്ലാതെ വലയ്ക്കും. സതീശൻ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം അതായിരിക്കും. ആളുകൾ അക്ഷമരാണ്. 10 ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ 2021 അധികാരമൊക്കെ 18 ദിവസം മറ്റോ കാത്തിരുന്നു. റിസൾട്ട് വന്ന് 18ാമത്തെ ദിവസം മറ്റാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. ഇവിടെ 10 ദിവസം ഉണ്ടാക്കിയ അക്ഷമയുണ്ടല്ലോ. 2021 കോവിഡ് പ്രോട്ടോക്കോൾ പോലുള്ള പ്രശ്നങ്ങൾ അതെന്തും ആവട്ടെ, ആളുകൾക്ക് അതൊരു പ്രശ്നമായിരുന്നില്ല. അത് തെരഞ്ഞെടുത്തു, അദ്ദേഹം ആരെങ്കിലും വരട്ടെ, അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. ഇതങ്ങനെയല്ല. ഈ അക്ഷമ എന്ന് പറയുന്നത് അക്ഷമരായ ജനങ്ങളാണ്. അതായത് അറ്റൻഷൻ വളരെ കുറവുള്ള, വളരെ അക്ഷമരായ, പെട്ടെന്ന് റിസൾട്ട് ആവശ്യമുള്ള, ഇപ്പം തന്നെ റിസൾട്ട് കിട്ടണം. ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ആളുകൾ സോഷ്യൽ മീഡിയ ചോദിച്ചു തുടങ്ങി എപ്പോൾ യാത്രയാണെന്നുള്ളത്. ഇത്തരം വാഗ്ദാനങ്ങൾ എല്ലാം ഓഡിറ്റ് ചെയ്യപ്പെടും. സതീശനെ സംബന്ധിച്ച് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു മുഖ്യമന്ത്രി പദമാണ്. ആ ചലഞ്ച് നേരിടാൻ അദ്ദേഹത്തെ പ്രാപ്തനാകുന്ന ഒന്നാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അദ്ദേഹം നന്നായി വായിക്കുന്നത് മൂലം ഉണ്ടാകുന്നൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്. അതായത് ഈ വോട്ടർമാരുടെ ഭാഷയിൽ അവരോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ 5 വർഷം ഈ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളുടെ ഭാഷയിൽ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒപ്പോസിഷൻ ലീഡർ സംസാരിച്ച അതേ ഭാഷയിൽ മുഖ്യമന്ത്രി സംസാരിക്കാൻ കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന ചലഞ്ച് അദ്ദേഹത്തിന് മറികടക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്.